Hello guys, welcome to my channel. Smith Rose Gaming. സ്മിത്ത് റോസ് നമ്മളിന്ന് വന്നേക്കുന്നത് വേറൊന്നുമില്ല, നമ്മുടെ ഡിസ്പ്ലേയുടെ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡയമണ്ട് ആർമർ, ഡയമണ്ട് ടൂൾസ് എല്ലാം സെറ്റാക്കിയായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഇങ്ങോട്ട് ഇനി അടുത്ത ലൈബ്രറീൻസിനെ സെറ്റാക്കാണ് ഈ താഴോട്ട് ഈ ഭാഗത്തേക്ക്. പിന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പണിഞ്ഞ് അവന്മാരെല്ലാം മാക്സ് ആക്കിയായിരുന്നു. പിന്നെ അതുകൊണ്ട് മാക്സ് ആക്കി. സോ ഇന്ന് നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറേ നേരം എമറാൾഡ് കളക്ട് ചെയ്തു കാണിക്കാം. അതിനുശേഷം ഞാൻ ഇപ്പന്മാരെ എല്ലാം മാക്സ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും മാക്സ് ആക്കി മേടിച്ച് വെച്ചേക്കുന്ന ഇത്രയാണ്. ഇത്രത്തേക്കൊക്കെ മതി നമുക്ക് ഇപ്പോഴത്തേക്ക്. 2 സ്റ്റാക്കാണ് ഞാൻ ഇപ്പം കൈപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് സിൽ ടച്ച് പിക്കാക്സും ഇത് എഫിഷ്യൻസി അത് നമുക്ക് മാറ്റണം. അത് ഇന്നത്തേക്ക് നമുക്ക് എല്ലാ ബുക്കും സെറ്റാക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഗൈസ്, നമ്മുടെ എമറാൾഡ് ഇത്ര ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തു. കുറേ എമറാൾഡ് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ എമറാൾഡൊക്കെ വേറെന്തോ മേടിച്ച് കളഞ്ഞു, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. സോ പിന്നെ നമ്മൾ മറ്റിവനെയും മാക്സ് ആക്കിയിട്ടുണ്ട്. ഇവനെ മാക്സ് ആക്കാൻ രണ്ടും ഉണ്ട്. സോ ട്രയൽ ചേമ്പർ ഇവിടെ എവിടെയുള്ള പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഫ്രീ ക്യാമ്പ് വെക്കുമ്പം നമ്മളറിയാതെ ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ ഇങ്ങനെ വരുമല്ലോ. സോ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ എവിടെയുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഫാമിൻ്റെ എവിടെയുണ്ട്, എവിടെയാ നമ്മുടെ മോഫം, അവിടെ നിന്നും പോയിട്ട് കുറേ നാളായി. സോ പിന്നെ ഇവിടെ ഇത് സെറ്റാക്കലാണ് എൻ്റെ പരിപാടി. പിന്നെ മൊത്തം ഇന്ന് ലൈബ്രറിനെ മൊത്തം ഇന്ന് നമ്മൾ ഡിസൈൻ വർക്കൊന്നും ചെയ്യുന്നില്ല, നേരെ അവന്മാരെ കയറ്റുന്നു. എനിക്ക് ഞാൻ ഇവിടെ മാത്രം ഇതാണ് നമുക്ക് അയം കൊടുത്തെങ്കിലും മറ്റേത് മാത്രമേ ഡിസൈൻ ചെയ്യുള്ളൂ. താഴെയുള്ള ഡിസൈൻ ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യമുള്ള കുറച്ച് എൻജോയ്മെൻറ്റ്സ്, എൻജോയ്മെൻറ്റ് ബുക്കില്ലേ, ആ സാധനം നമ്മൾ കണ്ടുപഠിച്ച് വെച്ച് നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതാണ് നമുക്കിത് പരിപാടി. പിന്നെ ഇതൊരു വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടോട്ടം കിട്ടിയതിൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് കാണത്തില്ല, കാരണം എൻ്റെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. സോ പേടിക്കുന്ന ഗൈസ്, നമ്മൾ ആ വീഡിയോയ്ക്ക് പകരം എന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ വേറൊരു ഫാം പണിയും ഗൈസ്. ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, കാരണം ഇത് വെച്ച് നമുക്ക് എൻഡർ ഡ്രാഗനെയും കൊല്ലാം, അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഡ്രാഗനെ കൊല്ലുന്നത് താമസിക്കും. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ ഒരു ഷുഗർ കെയിൻ ഫാം പണിയണം. അതിനുള്ള സാധനങ്ങൾ ഒബ്സർവറൊക്കെ ഭയങ്കര പാടാണെന്നറിയില്ല സെറ്റാക്കാൻ. ട്രേഡ് ചെയ്താണ് എനിക്കിപ്പോൾ 75 XP ഉണ്ട് കേസ്. സോ ഗുണമാണ് നമുക്ക് ആൻവിൽ ഉണ്ടാക്കാം കേസ്. അതിന് ഫസ്റ്റ് എപ്പിസോഡിൽ ഇപ്പോൾ അത് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ലൈനുണ്ടോ? എല്ലാം അവിടെയാണ്. എന്നാൽ പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പം എല്ലാവരും വില കൂട്ടി കേസ്. കാരണം വെച്ചാൽ എനിക്ക് നേരത്തെ മറ്റേ ഹീറോ ഓഫ് ദി വില്ലേജർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കുറഞ്ഞു. ഞാൻ പിന്നെ ഇപ്പം പറയുന്ന എല്ലാ സാധനവും എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വില കൂട്ടിയാൽ ഇവനൊക്കെ 22 വരെ ഞാൻ മേടിച്ചു കൊടുത്തു. എന്നാലും നമുക്ക് കുറച്ച് ഇപ്പം എടുക്കാം. ഇപ്പം ഇതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എത്രയൊക്കെ നമുക്ക് ബീക്കൺ ഉണ്ടാക്കാൻ വേണ്ടി തോന്നുന്നു, ഇത്രയൊക്കെ മതി തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കുണ്ട്, ബീക്കൺ ഉണ്ടാക്കാനുള്ളുണ്ട്. പക്ഷേ ബീക്കൺ ഉണ്ടാക്കാൻ സാധനമില്ല. നമുക്കിതുവരെ ഫോട്ടോസ് കിട്ടില്ല. സോ അടുത്ത എപ്പിസോഡ് നമ്മൾ ഷുഗർ കെയിൻ ഫാം പണിഞ്ഞ ശേഷം നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ ഒരു വീഡിയോ സെറ്റാക്കാനാണ്. അതായത് നെതർ ഫോർട്രസ് എൻഡ്രൈം പിന്നെ ഈ മറ്റവൻ്റെ മേടിക്കാം, വില്ലേജറിൻ്റെ. സോ അതാണ് ഞാൻ കരുതുന്നത്. അതാണെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുമല്ലോ. അപ്പം അത് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഇതേ കണ്ട ആ കാണുന്ന ആ പിങ്ക് ടെറാക്കോട്ട കണ്ടോ? അതിൻ്റെ ഇപ്പുറത്ത് വേറെ പിങ്ക് ടെറാക്കോട്ട ഇല്ല, ആ വീട്ടിലുണ്ട്. സോ അവിടെ നമുക്കൊന്ന് എടുക്കാം. സോ ഞാൻ ഓരോരുത്തരെ അകത്ത് കയറ്റിയിട്ട് ബുക്ക് വെച്ച് സെറ്റാക്കുന്നത് കാണിക്കാം. നമ്മുടെ ഫസ്റ്റ് വില്ലേജിലൂടെ കയറ്റിയിട്ടുണ്ട്. കുറേ നേരം എടുത്ത് കേസ് പിന്നെ കയറ്റാൻ. അയ്യോ, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കിടക്കുള്ളൂ കേസ്. ഇത് നമുക്ക് അധികം ആവശ്യമില്ല. ഇവന് നമുക്ക് ഒരു ബുക്കുള്ളവനെ സെറ്റാക്കിയാൽ മതി. പവർ 1 ട്രോൺസ് 3 13 എമ്മറാൾഡോ. ഇത് ഗ്രേറ്റ്, ഇത് ശരിക്കും നല്ല സാധനമാണ്. പക്ഷേ ഇവനെടുക്കാൻ പോകേസ്, ഇവനെടുക്കാം കേസ്. അപ്പോൾ ഞാൻ ഇവന് അങ്ങ് മേടിച്ചേക്കാമെന്ന് കരുതി ഒരെണ്ണം മേടിച്ച് വെക്കാം. അപ്പോൾ ഇവൻ്റെ ലോക്ക് ആയിക്കോളും. കാരണം ഇതൊരു എക്സലൻറ്റ്, കാരണം 13 എന്നൊക്കെ ഇത് ട്രോൺസ് കിട്ടിയ വിഷയമാണ് സാധനം. അതങ്ങനെയാണ് കേസ്. അപ്പം ഒരു ചെസ് ഇവിടെയും കൂടെ വെച്ചിട്ട് ഞാൻ അതെടുത്ത് വെക്കട്ടെ കേസ്. അപ്പോൾ കേസ് ഞാൻ ബാക്കി ഒരുത്തരം കൂടെ കയറ്റിയിട്ട് എന്താ കിട്ടുന്നതെന്ന് കാണിച്ചിട്ട്, എന്തെങ്കിലും സ്പെഷ്യൽ സാധനമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളെ കാണിക്കാം കേസ്. അല്ലെങ്കിൽ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. സോറി കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സാധനം എടുത്തിട്ട് നമ്മൾ ഓരോ ടോർച്ച് ഇവിടെ വെക്കുന്നുണ്ട് കേസ്.
അപ്പോൾ അടുത്തവനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വരാം. പക്ഷേ രണ്ടാമത്തവനെ വെച്ചപ്പോൾ എനിക്കൊരു ബുക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ബുക്ക് കയറുന്നുണ്ട്. അപ്പോൾ സംഭവം ഞാൻ ഈ അച്ചീവ്മെൻറ്റ് ഈ ട്രേഡ് ഞാൻ ലോക്ക് ചെയ്യാൻ പോകും ഗൈസ്. ഗൈസ് നമുക്ക് ഫെദർ ഫോളിങ് 3 കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഇത് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. 4 കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഫെദർ ഫോളിങ് 4 മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ അത് ഗുണമായി. അപ്പോൾ ഞാൻ എല്ലാവരും അടുത്തത് എന്തെങ്കിലും സ്പെഷ്യൽ ഇതുപോലത്തെ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. ഗൈസ് നോക്ക് 10 എമറാൾഡ് മെൻറ്റിങ് കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ലോക്ക് ചെയ്യാൻ പോകും ഗൈസ്. CP എൻഗേജിങ് 3 21 എമറാൾഡ് കിട്ടി. കുഴപ്പമില്ല, കാരണം ഇത് ഒറ്റ എൻ്റെ ബുക്കിന് വേണ്ടി ഒറ്റ ടൂളിന് വേണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഇത് മേടിച്ച് വെക്കാൻ പോകും ഗൈസ്. ഗൈസ് നോക്ക് ബാക്ക് കിട്ടി. ഞാൻ ഇതും ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഗൈസ് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് തിരിച്ച് എൻ്റെ ചെസ്റ്റിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഗൈസ് അക്കോഫിനേറ്റ് കിട്ടി. ഞാൻ ഇത് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഗൈസ് ഇത് ലാഭമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ 5 എമറാൾഡിന് എനിക്കിത് കിട്ടുന്നുണ്ട് ഫ്ലെയിം. സോ ഇത് ഞാൻ ലോക്ക് ചെയ്യാൻ പോവുക ഗൈസ്. 8 എമറാൾഡിന് സിൽക്ക് ഗൈസ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ XP ഫാം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ പിക്കാക്സ് മെയിൻറ്റെയിൻ ചേർത്തിട്ടാണെങ്കിലും ഇത് ചെയ്യായിരുന്നു. കാരണം വെച്ചാൽ അത് എൻ്റെ മറ്റേ പിക്കാക്സാണ് സിൽട്ടച്ച്. ഇതെനിക്കിപ്പോൾ ആവശ്യമുണ്ട്. സോ ഞാൻ ഇതിനകത്ത് മാത്രം ഈ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മണ്ടേ അവന്മാരോട് പോയി ട്രേഡ് ചെയ്താലോ എന്ന് ആലോചിക്കുക. സോ ഗൈസ് നമുക്കത് ചെയ്യാം. ഞാൻ ആനുവൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വരാം. ഗൈസ് നമ്മൾ ആനുവൽ ഉണ്ടാക്കിയിട്ട് 4 എണ്ണം ആയിപ്പോയി. അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. എന്നിട്ട് ആ മെൻറ്റിങ് ഞാൻ ഈ പിക്കാക്സ് ചേർത്തിട്ട് മണ്ടേ പോയി അവന്മാരെ ട്രേഡ് ചെയ്തൊന്ന് ഫുള്ളാക്കട്ടെ ഗൈസ്. കാരണം വെച്ചാൽ ഈ പിക്കാക്സ് പൊട്ടിയ എനിക്ക് അടുത്ത ഫാമിന് വേണ്ടി ഉള്ള ബിൽഡ് ബ്ലോക്കായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റോൺ. സോ സ്റ്റോൺ പൊളിച്ചാൽ ഈ പിക്കാക്സെല്ലാം പൊട്ടിപ്പോയാൽ തീർന്നില്ലേ. സോ ഞാൻ ഇവിടെ നിന്ന് കിടന്നുറങ്ങട്ടെ. എല്ലായിടത്തും ബെഡുണ്ട്. സോ ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ പിക്കാക്സ് മെൻഡായി കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ബാക്കി പണി എടുത്തിട്ട് വരാം ഗൈസ്. ഫയർ ആസ്പെക്റ്റ് 2 കിട്ടിയിട്ടുണ്ട് 11 എമറാൾഡിന്. സോ ഇത് ഞാൻ ലോക്ക് ചെയ്യാൻ പോവാം. നമുക്ക് 14 എമറാൾഡിന് അൺബ്രേക്കിംഗ് 3 കിട്ടും. സോ ഇത് ഞാനങ്ങ് മേടിച്ച് വെക്കാൻ പോവാം. കാരണം ഇത് കുറച്ചും ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കണ്ടപ്പം അൺബ്രേക്കിംഗ് 2-നൊക്കെ 23 ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അൺബ്രേക്കിംഗ് 3ക്ക് ഇത്രയും ചോദിക്കുന്നത് ലാഭമാണെന്ന് കരുതി ഞാൻ അതങ്ങ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അടുത്തത് ഞാൻ സെലക്ട് ഇപ്പോൾ ഗൈസ് ഇൻഫിനിറ്റി 15 എമറാൾഡ്. സോ ഞാൻ മേടിക്കാൻ പോവാണ് ഗൈസ്. 24 ലൂട്ടിങ്ങിൽ നല്ലതാണോ ആണെന്നറിയില്ല ഗൈസ്. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലതെന്ന്. കാരണം അത് കുറേ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ബട്ട് ഇതിപ്പോൾ കുറേ നേരം നിന്നിട്ട് എനിക്ക് ഉറക്കാൻ വരാതായി ഗൈസ്. കാരണം ഒരു നല്ല സാധനം പോലും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവസാനം ഈ ലൂട്ടിങ് 3 അങ്ങ് മേടിച്ച് വെച്ചേക്കുന്നത്. കാരണം ഇത് ഒറ്റ വെപ്പന് വേണ്ടി ആയതുകൊണ്ട് ഞാനങ്ങ് മേടിച്ച് വെക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ പ്രൊട്ടക്ഷനൊക്കെ 64 എമറാൾഡാണ്. അത് കുറച്ച് ഞാൻ കിട്ടുമോ നോക്കണം ഗൈസ്. അത് കുറച്ച് കിട്ടാൻ വേണ്ടി ഞാൻ അത് എന്താ ലോക്ക് ചെയ്തില്ല. സോ ഞാൻ ലോക്ക് ചെയ്യത്തില്ല കുറച്ച് നേരത്തേക്ക്. പിന്നെ ഞാൻ എല്ലാവന്മാർക്കും കിട്ടിയതിൻ്റെയൊക്കെ പേര് വെച്ചിട്ടുണ്ട് ഗൈസ്. 3 ബുക്ക് ഷെൽഫ്, ഫെദർ ഫോളിങ് 4, മെയിൻറ്റിങ്, ഷേപ്പിംഗ് ഏജ് 3, നോക്ക് ബാക്ക് 2, അക്കോഫിനിറ്റി, ഫ്രെയിം, റിക്വച്ച്, ഫയർ ആസ്പെക്റ്റ് 2, അൺബ്രേക്ക് 3, ഇൻഫിനിറ്റി, ലൂട്ടിങ് 3. അപ്പം അവിടെ അടുത്ത ആരാന്ന് നോക്കട്ടെ ഗൈസ്. നമുക്ക് അടുത്ത ലക്കി മാൻ ആരാന്ന് നോക്കാം ഗൈസ്. 24 എമറാൾഡിന് ഫോർച്യൂൺ അത്രയും നല്ലതാണോന്ന് എനിക്കറിയില്ല. നല്ലതാണോ, പക്ഷെ ഫോർച്യൂൺ 24 എമറാൾഡ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫോർച്യൂൺ ഒന്ന് മേടിച്ച് ഗൈസ്. ഇല്ല ഞാൻ ഒന്ന് ഉറങ്ങി ചാകും. ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും പോയി ട്രേഡ് ചെയ്ത് ഇത് മൊത്തമായിട്ട് കാണിക്കാം ഗൈസ്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്തും കൂടും. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോകും. സോ വീഡിയോ ഇന്ന് കുറേ താമസിക്കും വരാൻ. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ ബുക്കും ആവശ്യമുള്ള സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം ഇന്നത്തെ ടൂൾസിൽ നമ്മൾ എല്ലാത്തിലും ഓരോ അച്ചീവ്മെൻറ്റ് ഓരോ എൻജോയ്മെൻ്റ് ആയി ചേർക്കും. സോ എൻ്റെ കയ്യിലിരിക്കുന്ന ചവർ ആദ്യം എടുത്ത് കളയാം. ഇനിയും കുറേ സ്ലോട്ട് ഉണ്ട് തോന്നി.
ഇനി അവിടെ സ്ലോട്ട് ഉണ്ട്. സോ നമുക്ക് ഇനി ആവശ്യമുള്ളവർ അവിടെ ഇടാം. എനിക്കിനി ആവശ്യമുണ്ട്. നന്നായി ഉറങ്ങി ഗൈസ്. നമ്മളെല്ലാത്തിനും എൻജോയ്മെൻറ്റ് ഒന്നുകൂടെ കളയുന്നുണ്ട് ഗൈസ്. ഇല്ലെങ്കിൽ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ ലെവൽ കൂടുതലാന്ന് പറഞ്ഞ് മറ്റേ സാധനം വരും. അല്ലേ തന്നെ എമറാൾഡ് നമ്മുടെ പോലെ ഉണ്ട്. അതിട്ടാണ് ഇത് സ്പെഷ്യൽ രീതിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ലെവലാന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ് വരത്തില്ല. സോ ഞാനൊരു വെബ്സൈറ്റ് നോക്കി ഒരു സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഹെൽമെറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പം ഞാനൊന്ന് ഹെൽമെറ്റിൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കി എടുത്തിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ആദ്യമേ നമുക്കൊരു മെൻഡിങ് മേടിക്കാം. മെൻഡിങ് പ്രൊട്ടക്ഷൻ ഫോർ നമുക്ക് എഫിഷ്യൻസി നല്ല കുറഞ്ഞ വിലയ്ക്ക് തന്നെ കിട്ടി കേട്ടോ. കുറേ നേരം നിന്നപ്പോഴാണെങ്കിലും 19 കിട്ടി. സുഖമാണ്. അൺബ്രേക്കിംഗ് 3, റെസ്പിറേഷൻ 3, അക്വാ അഫിനിറ്റി, പിന്നെ ട്രോൺസ്. ഇത് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ രീതിയാണ്. അത് ഞാനിപ്പോൾ പറയാം ഗൈസ്. ആദ്യം ഹെൽമെറ്റും റെസ്പിറേഷൻ 3യും, അത് കഴിഞ്ഞ് ഈ പ്രൊട്ടക്ഷൻ 4ഉം അക്വാ അഫിനിറ്റി, പിന്നെ ഇനി അൺബ്രേക്കിംഗ് 3, മെൻഡിങ്. ഇനി എല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് വരാം. കണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നമ്മൾ എങ്ങനെയും വെൻ്റ് കെട്ടിപ്പോൾ വരാം. ഗിസ മണ്ട നയം വിറ്റപ്പം നമ്മുടെ ഹെൽമെറ്റ് ഗോളായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചെസ്റ്റ് പ്ലേറ്റ് എടുത്തിട്ട് വരാം. നമ്മൾ ആവശ്യമുള്ള അച്ചീവ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ട്രോൺ 3, മെൻഡിങ്, അൺബ്രേക്കിംഗ് 3, പ്രൊട്ടക്ഷൻ 4. ഇത് ടിപ്പ് വരാം. ആദ്യമേ ചെസ്റ്റ് പ്ലേറ്റും പ്രൊട്ടക്ഷൻ 4 ഇടണം. എന്നിട്ട് അൺബ്രേക്കിംഗ് 3യും അൺബ്രേക്കിംഗ് 3 മെൻഡിങ്ങും. ഇനി ഇതെല്ലാം എടുത്ത് ഒരുമിച്ചിട്ടാൽ മതി. ലെവൽ ഞാൻ ഇപ്പോൾ ആക്കിയിട്ട് വരാം. ഗൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ഗോൾ ചെസ്റ്റ് പ്ലേറ്റ്. അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് മെൻ്റ് ആയിട്ട് ഇപ്പോൾ വരാം. ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാ അച്ചീവ്മെൻറ്റും ഞാൻ ഇനി ചെയ്യുമെന്ന് കാണിക്കുന്നില്ല. സോ ഞാൻ ബാക്കി എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഗൈസ് മുമ്പേ നമ്മളെല്ലാം അങ്ങ് എൻജോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പം ഒരു ഗോളായി ഗൈസ്. സോ ഇനി എനിക്കൊരു ബോ സെറ്റാക്കണം. ആ ബോയ്ക്കുള്ള എൻജോയ്മെൻറ്റും അവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ബോ ഒരെണ്ണം ഉണ്ടാക്കി ഓഫ് ക്യാമറയിലല്ലാതെ ഇപ്പം ഒരു ബോ ഉണ്ടാക്കാം. എന്നിട്ട് ഇപ്പം തന്നെ അച്ചീവ്മെൻറ്റ് എടുക്കും. ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഐ മീൻ അതായത് ഇപ്പം തന്നെ നമുക്കൊരു ബോ ഉണ്ടാക്കി നിങ്ങളെ മൊത്തം കാണിക്കാം. നമുക്ക് പിന്നെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാനൊന്ന് സ്ട്രിങ് വീട്ടിൽ കാണാൻ ചാൻസ് 0%. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലോട്ട് പോകണം. അവിടെ നിന്ന് ഞാനെന്നാൽ പിന്നെ ഒരു ബോ ഉണ്ട്, പക്ഷെ പൊട്ടാറായി. അത് ഉപയോഗിക്കുന്നതിന് ഭേദം വേറെ ഉണ്ടാക്കുന്ന. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 2 സ്റ്റിക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ബോ ഉണ്ടാക്കിയിട്ട് വരാം. അല്ല 3 സ്റ്റിക്കോ 2 സ്റ്റിക്കോ എന്തോ സ്റ്റിക്ക് വേണം. ഇതിന് സ്റ്റിക്ക് ട്രീ ഫാമിനും സ്ട്രിങ് നമ്മുടെ മറ്റേ ഫാമിനും എടുത്തിട്ട് 2 സ്റ്റാക്ക് ആരോയും എടുത്തിട്ട് വരാം. നമ്മൾ ഇൻഫിനിറ്റി അല്ല കൈസ് ചേർക്കാൻ പോകുന്നത്, മെൻഡിങ് ആണ്. കാരണം വെച്ചാൽ ബോ
കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് മെൻഡിങ് ഇരുന്നത്. കാരണം വെച്ചാൽ ഇൻഫിനിറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഫാം ഉണ്ട്. ഐ മീൻ നമ്മുടെ ഈ ഫാമിനകത്ത് ഇത് നമ്മൾ ട്രീ ഫാമിലോട്ട് പോവാണ്. നമ്മൾ മറ്റേ ഫാമിനകത്താണെങ്കിൽ ബോയും വരുന്നുണ്ട്, ആരോയും വരുന്നുണ്ട്. സോ വെറുതെ എന്തിനാ നമ്മളൊരു ഇൻഫിനിറ്റി ചേർക്കുന്നത്, മെൻഡിങ് ചേർക്കാം. അതാ ഗുണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫാമിൽ കുറേ നാളായി വർക്കാകാതെ കിടക്കുകയാണ്. നമുക്ക് വർക്കാക്കണം എല്ലാ ഫാമും ഒരു ദിവസം. പക്ഷെ ഇവിടെ ആരെങ്കിലും നിൽക്കണം, അതാ പ്രശ്നം. അതിന് ടൈമില്ല. അപ്പോൾ നമുക്കൊരു 3 എടുത്തിട്ട് പോവാം ഗൈസ്. 3 മതിയായിരിക്കും, ഇല്ലെങ്കിൽ എന്താ. അപ്പോൾ ഞാനേ അവിടുന്ന് 2 സ്ട്രിങ് എടുത്തിട്ട് ഇപ്പോൾ വരാം ഗൈസ്. പിന്നെ ഇതുവരെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നാളത്തെ വീഡിയോയിൽ ചിലപ്പം 50% ചാൻസും നാളെ വീഡിയോ വരാൻ ചാൻസ് കുറവാണ്. കാരണം കുറേ അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കാറുണ്ട് ഗൈസ്. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാനൊരു ട്രിപ്പ് പോവാം, ഇന്ന് വൈകുന്നേരം. അപ്പം നാളെ രാവിലെ ഉച്ചയ്ക്ക് എന്തോ വരുള്ളൂ. സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് എഴുതി തീർക്കാനുമുണ്ട്. പിന്നെ ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നാളെ വീഡിയോ വരില്ല. നാളത്തെ വീഡിയോ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ വീഡിയോ, നാളത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഷുഗർ കെയിൻ ഫാം പണിയും. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നു, എന്താ ഫോർട്രസ്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഡ്രാഗനെ തീർക്കാൻ പോവുക. ഡ്രാഗനെ തീർത്തിട്ട് നമുക്ക് റെസ്റ്റ് ഒരു കേസ്. അപ്പോൾ കുറേ നേരമായി നടക്കാൻ തുടങ്ങി, എൻ്റെ അവിടെ എത്തുന്നില്ല. കുറേ നാളായില്ലേ അവിടെ ചെന്നിട്ട് കേസ്. അവനെ ബാക്കി അറിയാമല്ലോ, ഞാനതിപ്പം നിങ്ങൾ പറയാൻ വേണ്ടി ഇപ്പോഴാണ് ഓർമ്മ വന്നത്. സോ ഗൈസ്, അപ്പോൾ നാളത്തെ വീഡിയോ 50% ചാൻസേ ഉള്ളൂ. നാളെ ഞാൻ ചിലപ്പം രാവിലെ വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് എഴുതി കഴിഞ്ഞ് തീർത്തിട്ട് നമുക്കൊരു ഷുഗർ കെയിൻ ഫാം ഓട്ടോമാറ്റിക് പണിയാം. അത് നമ്മുടെ ബേസിൽ പണിയാം. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ബേസിലാണ്. അപ്പം നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഇത് എടുത്തുകൊണ്ട് പോകണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അമ്മാരെ. എന്നിട്ട് റോക്കറ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നിട്ട് ഒരു അമ്പേക്ക് 3യും ഒരു മെൻഡിങ്ങും നമ്മുടെ എൻ്റർ ചെസ്റ്റ് വെക്കണം. എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ഒരു 5-3 എണ്ണമൊന്നും വേണ്ട. ഞാൻ എപ്പോഴും ഉപയോഗിക്കാൻ പോകുന്നത് സെൽറ്റച്ച് ആയിരിക്കും ഗൈസ്. സെൽറ്റച്ച് ഈസ് മൈ ഫേവററ്റ് ഇൻ ഗെയിം. അപ്പോൾ ഗൈസ് അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ എത്തി. പിന്നെ ഞാൻ സ്ട്രിങ് എടുത്ത് വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഒരു ബോ ഉണ്ടാക്കിയിട്ട് ഞാൻ ആവശ്യമുള്ള ബുക്കൊക്കെ ഇട്ട് എടുത്ത് ആ ബോയ്ക്കകത്ത് ഇട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബോയും സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇപ്പം നമ്മൾ സെറ്റായ ഒരു പ്ലെയറാണ്. ഞാൻ 2 ദിവസമാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു ഷുഗർ കെയിൻ ഫാം പറയുന്നു. നെക്സ്റ്റ് എപ്പിസോഡ് ഒരു ഇത് കണ്ടുപിടിക്കാൻ പോകുന്നു, ഷുഗർ ഫോർട്രസ്. എന്നിട്ട് അവിടുന്ന് കുറേ മറ്റേ സാധനം കൊണ്ടുവരണം, ബ്ലേസ് പൗഡർ. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് വി ആർ ഗോയിങ് ടു സീ എൻഡർ ഡ്രാഗൺ. സോ ഇതുവരെ വീഡിയോ കണ്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈസ് മീ ത്രോളോസ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ. താങ്ക്സ്. ഇതുവരെ കണ്ടവർക്ക് താങ്ക്സ്.